ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് കേരള ബാങ്ക് അതുപോലെ കേര ഫെഡിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സ്ലൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷനാണ് റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കേര ഫെഡ് അക്കൗണ്ടൻറ്റിനും അതുപോലെ കേരള ബാങ്കിൻ്റെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യുവർ ഗൈഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് ഫൗണ്ട് ബൈ റോക്ക്ഡേൽ പയനേഴ്സ്, റൈഫ്സൺ, ഹെർമൻ ഷൂൾ, റോബർട്ട് ഓവൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ദ ഐഡിയ ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ള വ്യക്തികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിയാണ് ആര്? ഈ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസിൻ്റെ ഫൗണ്ടർ റോബർട്ട് ഓവൻ. ഓക്കെ, അപ്പോൾ റോബർട്ട് ഓവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് കൂടി നമുക്ക് നോക്കാം. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഫസ്റ്റ് ഇങ്ങനൊരു കോപ്പറേഷൻ റിലേറ്റഡ് തോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ എന്ന് പറയുക. ഓക്കെ, ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനെ പോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, റോക്ക്ഡേൽ പയനേഴ്സ്. ഇവർ രണ്ടുപേരുമാണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ വലിയ ലീഡേഴ്സായിട്ടൊക്കെ വന്ന ആളുകൾ. അപ്പം ഫസ്റ്റ് കൊണ്ടുവന്നത് കോപ്പറേഷൻ ദ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് വന്ന ഇംഗ്ലണ്ടിലാണെന്ന് നമ്മൾ പറയപ്പെടാറുണ്ട്. അപ്പം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഓർത്ത് വെച്ചിരിക്കണം, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പം അവിടെ ആദ്യമായിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റോബർട്ട് ഓവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോബർട്ട് ഓവനെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ടൊക്കെ നമ്മൾ റോബർട്ട് ഓവനെ കണക്ക് കൂട്ടാറുണ്ട്. അദ്ദേഹം 1771 ന്യൂട്ടൺ എന്ന് പറയുന്ന UK ടൗണിലാണ് ജനിച്ചത്. അദ്ദേഹം ഈ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത് വർക്കേഴ്സിൻ്റെ മിസറബിൾ സിറ്റുവേഷനൊക്കെ കണ്ട് വളരുകയും പിന്നീട് അദ്ദേഹം ഒരു മിൽ ഓണറിൻ്റെ ഡോക്ടറിനെ മാരി ചെയ്യുകയും അതുവഴി ഒരു മിൽ ഉടമയാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസ്. നമ്മളുടെ ക്വസ്റ്റിനകത്ത് കണ്ട ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നോ മെൻ ആർ നെയ്തർ ഗുഡ് ഓർ ബാഡ്. ഇനിഷ്യലി തുടക്കത്തിൽ ഒരു മനുഷ്യനും നല്ലതോ ചീത്തയല്ല, അവൻ്റെ സർക്കംസ്റ്റൻസ് എന്താണോ അതാണ് ഒരാളെ നല്ലതും ചീത്തയും ആക്കുന്നതെന്നാണ് റോബർട്ട് ഓവൻ പറയുന്നത്. ഓക്കെ, അദ്ദേഹം പിന്നെ ഈ മില്ലിൻ്റെ ഉടമയാവുകയും വർക്കേഴ്സിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് വരികയും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും ഒക്കെ വർക്കേഴ്സിന് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഓൾറൗണ്ട് എല്ലാവരും പറയുന്നത് റിച്ച് പ്രോമിസ് ആൻഡ് പോർ പെർഫോമൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. കുറേ പ്രോമിസുകൾ കൊടുത്തെങ്കിലും പെർഫോമൻസ് കുറവായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇദ്ദേഹം ഒരു കോപ്പറേറ്റീവ് സ്റ്റോറൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും ഒരു കോപ്പറേറ്റീവ് ഐഡിയ ആദ്യമായിട്ട് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നൊക്കെ നമ്മൾ റോബർട്ട് ഓവനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്ര പോയിന്റ് കൂടി ആഡ് ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, ഡെൻമാർക്ക്. ഓക്കെ, ഇപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഒരു ഓപ്ഷൻ റിപ്പീറ്റ് ആണ്. ഇംഗ്ലണ്ട് ആയിരുന്നു ആക്ച്വലി പറയുന്നത്, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന എവിടെയാണ്? കറക്റ്റ് ആൻസർ ജർമ്മനിയാണ്. ജർമ്മനിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് വേഗം നോക്കാം. ഇപ്പോൾ ജർമ്മനിയാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഈ ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ആ ഒരു കോൺസെപ്റ്റ് ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് സർക്കംസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടൊക്കെ വന്നപ്പോഴേക്കും കൂടുതൽ ആളുകളെയും വർക്കേഴ്സിനെയും അതുപോലെ ഫാർമേഴ്സിനെയൊക്കെ ലോക്കൽ മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ജ്യൂസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റൈഫ്സൺ ആൻഡ് ഹെർമൻ സ്റ്റൂൾസ് 2 വ്യക്തികൾ 2 പയനേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും കൂടി ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർബൻ ഏരിയാസിൽ
സ്റ്റൂൾ സൊസൈറ്റീസും അതുപോലെ റേവ്സ് ആൻഡ് സൊസൈറ്റീസ് റൂറൽ ഏരിയാസിലും വരികയും അതുപോലെ ഫാർമേഴ്സിൻ്റെയും അതുപോലെ വർക്കിംഗ് മിഡിൽ ക്ലാസ് ആളുകളുടെയൊക്കെ ഈ ഒരു ജ്യൂസിൽ നിന്നുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്ലാസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലുണ്ട്. മാക്സിമം ദിവസം നമ്മൾ ഇതുപോലുള്ള MCQs ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക്